ഗൾഫ് മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിമരുന്നിട്ട് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം യമനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ യമനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതായി UAE പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായ ദൗത്യം എന്ന പേരിൽ ആരംഭിച്ച സൈനിക താവളമാണ് UAE അടച്ചുപൂട്ടുന്നത്. യമനിലെ വിഘടനവാദികൾക്ക് സഹായം നൽകുന്നു എന്ന് സൗദി അറേബ്യ UAEക്ക് മേൽ കുറ്റം ചാർത്തിയതിന് പിന്നാലെയാണ് UAE തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദി യമനിലെ മുഗല്ല തുറമുഖം ആക്രമിച്ചതിന് പിന്നാലെ യമനിലെ അന്താരാഷ്ട്ര ഭരണകൂടം UAEക്ക് അന്ത്യശാസനവും നൽകിയിരുന്നു. 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്നായിരുന്നു യമനിലെ ഭരണകൂടം UAEക്ക് അന്ത്യശാസനം നൽകിയിരുന്നത്. യമൻ പ്രസിഡന്റിന്റെ ഈ തീരുമാനത്തിന് സൗദിയുടെ പിന്തുണയുമുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് യമനിലെ സുപ്രധാന തുറമുഖങ്ങളിലൊന്നായ മുഗല്ലയ്ക്ക് നേരെ സൗദി ആക്രമണം നടത്തിയത്. ആയുധങ്ങൾ എത്തിച്ച കപ്പലുകൾക്കും കണ്ടെയ്നറുകൾക്കും എതിരെയാണ് ആക്രമണമെന്നായിരുന്നു സൗദിയുടെ അവകാശവാദം. ഇക്കാര്യത്തിൽ UAEയുടെയും യമൻ വിഘടനവാദികളുടെയും അവകാശവാദങ്ങളെ പൊളിച്ചുകൊണ്ടാണ് സൗദി ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. യമനിലെ വിഘടനവാദ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രബലമായ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ അഥവാ STCക്ക് UAE എത്തിച്ച ആയുധ കണ്ടെയ്നറുകൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നാണ് സൗദി ആദ്യമേ പറഞ്ഞത്. ഇപ്പോഴിതാ അതേ വാദത്തിന് കൂടുതൽ ബലം പകരുന്ന വിധത്തിൽ എന്തെല്ലാമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി യമൻ പ്രസിഡൻഷ്യൽ സഖ്യസേനാ മേധാവി മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി. ഇത് സംബന്ധിച്ച ഏതാനും ചിത്രങ്ങൾ സഹിതമാണ് അൽ മാലിക്കി ഇക്കാര്യം തെളിയിക്കുന്നത്. സൗദിയുടെ ആക്രമണം നടന്ന് അധികം വൈകാതെ തന്നെ ദക്ഷിണ യമനിലെ തങ്ങളുടെ സൈന്യത്തെ UAE പിൻവലിക്കുകയും ചെയ്തു. യമനിലെ സുപ്രധാന തുറമുഖങ്ങളിൽ ഒന്നായ മുഗല്ലയ്ക്ക് നേരെ ചൊവ്വാഴ്ചയാണ് ആക്രമണം നടന്നത്. 2 കപ്പലുകളാണ് ഫുജൈറിൽ നിന്ന് യമനിലെ മുഗല്ല തുറമുഖത്തെത്തിയത്. ഈ 2 കപ്പലുകളിലായി 80ലധികം വാഹനങ്ങളും ആയുധങ്ങളും അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. UAE ആണ് ഇത്തരമൊരു കയറ്റുമതി നടത്തിയത് എന്നും ഇങ്ങനെയൊരു കപ്പൽ അയക്കുന്നതിനെ കുറിച്ച് എമിറേറ്റ്സ് സൗദിയെ അറിയിച്ചിരുന്നില്ല എന്നും സൗദി പറയുന്നു. എന്നാൽ കപ്പലിലെ വസ്തുക്കൾ യമനിലെ വിഘടനവാദികൾക്കുള്ളതല്ല എന്നും UAE സൈന്യത്തിനും ഉപയോഗിക്കാനുള്ളതാണ് എന്നുമായിരുന്നു UAEയുടെ വാദം. അതേസമയം തന്നെ ആക്രമണത്തിന് പിന്നാലെ യമനിൽ നിന്ന് തങ്ങൾ സൈന്യത്തെ പിൻവലിക്കുന്നതായി UAE പ്രഖ്യാപിച്ചു. മധ്യേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കുന്നതാണ് സൗദി അറേബ്യ യമനിൽ നടത്തിയ ആക്രമണം. മുഗല്ല തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണവും തൊട്ടു പിന്നാലെ യമൻ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് മുഹമ്മദ് അൽ അലിമി രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയും ഈ ഒരു മേഖലയിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് തന്നെ രൂപം നൽകി. ആദ്യത്തെ 72 മണിക്കൂർ സമ്പൂർണ്ണ നിരോധനം അടക്കമാണ് യമനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ മധ്യേഷ്യ അക്ഷരാർത്ഥത്തിൽ കലങ്ങിമറിയുകയാണ്. ഹളർമൗത്ത്, അൽ മഹറ ഗവർണറേറ്റുകളിലെ എല്ലാ സൈനിക ക്യാമ്പുകളുടെയും നിയന്ത്രണം ഹോംലാൻഡ് ഷീൽഡ് സേന ഉടനടി ഏറ്റെടുക്കാൻ 3-ാം അനുച്ഛേദത്തിലൂടെ ഉത്തരവിട്ടു. ഇവിടങ്ങളിൽ നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി തങ്ങളുടെ പഴയ ക്യാമ്പുകളിലേക്ക് മടങ്ങാനും സൈന്യത്തിന് നിർദ്ദേശം നൽകി. ക്യാമ്പുകളുടെ നിയന്ത്രണം ഹോംലാൻഡ് ഷീൽഡ് സേന ഏറ്റെടുക്കുന്നതുവരെ ഗവർണർമാർ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും പ്രസിഡന്റിന്റെ ഉത്തരവിലുണ്ട്. സൗദിയെ അനുകൂലിക്കുന്നവരാണ് യമനിലെ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ. ചൊവ്വാഴ്ച യമനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ സൗദി അറേബ്യ ആക്രമണം സംബന്ധിച്ച ഒരു സൂചനാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിഘടനവാദ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രബലമായ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ അഥവാ STC എന്ന വിഘടനവാദികൾക്ക് UAE ആണ് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നത് എന്നും അത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു ആ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് പുറത്തു വന്ന ദിവസങ്ങൾക്കകം തന്നെ സൗദി തുറമുഖ നഗരമായ മുഗല്ലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ദക്ഷിണ യമൻ വിമതസേനയെ പിന്തുണയ്ക്കുന്ന UAEക്ക് കടുത്ത താക്കീത് എന്ന നിലയ്ക്കാണ് സൗദി മുഗല്ലയിൽ ബോംബിട്ടത്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഹൂത്തികളെ എതിർക്കുന്നുണ്ടെങ്കിലും ഹൂത്തികൾക്കെതിരായ എതിർ വിഭാഗങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. ഇതിൽ യമനിലെ STCയെയാണ് UAE പിന്തുണച്ചിരുന്നത്. UAEയുടെ ഈ നടപടി രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് സൗദിയുടെ ആരോപണം. അതേസമയം സൗദി അറേബ്യയെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഒരു പ്രാദേശിക ശ്രമങ്ങളും UAE യമനിൽ നടത്തുന്നില്ല എന്നാണ് UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന. UAEയുമായി നിലവിലുണ്ടായിരുന്ന സംയുക്ത പ്രതിരോധ കരാർ യമൻ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് മുഹമ്മദ് അൽ അലിമി റദ്ദാക്കി. UAEയുമായുള്ള സുരക്ഷാ കരാറും ഹൂതി വിരുദ്ധ അധികാരികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. യമൻ ഭരണഘടന, ഗൾഫ് സഹകരണ കൗൺസിൽ മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടികൾ, അധികാര കൈമാറ്റ തീരുമാനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിന്റെ ഉത്തരവ്. UAEയുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപകാല സൈനിക നീക്കങ്ങളും ആയുധക്കടത്തും സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെയാണ് യമൻ പ്രസിഡന്റിന്റെ സുപ്രധാന നീക്കം.
മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ഒരു തീരുമാനം വഴിവെച്ചേക്കും. 2015 UAEയും ഈ സഖ്യത്തിന്റെ ഭാഗമായി എങ്കിലും പതിയെ അവർ സ്വന്തം നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. ദക്ഷിണ യമനിലെ തീവ്രവാദികളുമായി, പ്രത്യേകിച്ച് സൗദി വിരുദ്ധ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ സേനയുമായി സഹകരിച്ച് UAE സ്വന്തം സ്വാധീന വലയം ദക്ഷിണ യമനിൽ സൃഷ്ടിച്ചെടുത്തു. ദക്ഷിണ യമൻ പ്രത്യേക രാജ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സൗദി വിരുദ്ധ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ അഥവാ STC സേന കഴിഞ്ഞ ദിവസമാണ് മുഗല്ല പിടിച്ചത്. ഇതിന് പിന്നാലെയാണ് STCയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ മുഗല്ലയിൽ സൗദി അറേബ്യ ബോംബിട്ടത്. ഐക്യ യമൻ എന്ന ലക്ഷ്യവുമായാണ് സൗദി പ്രവർത്തിക്കുന്നത് എങ്കിൽ ദക്ഷിണ യമനിലെ STCയുമായി സഹകരിച്ചാണ് UAE ധാരാളം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്. UAE പിന്തുണയോടെ STC യമനിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലുപരി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇത് രാജ്യസുരക്ഷയ്ക്ക് എതിരാണ് എന്നും അംഗീകരിക്കാനാകില്ല എന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട്. സൗദിയുടെ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് ഷെയർ മാർക്കറ്റിലെ മേജർ ഷെയറുകളെല്ലാം ഇടിയുന്ന സ്ഥിതിയുണ്ടായി. സഹോദര രാജ്യമെന്ന് സൗദി വിശേഷിപ്പിക്കുന്ന യമനിൽ ബോംബിട്ടതിലൂടെ സൗദി നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് രാഷ്ട്രീയ അന്തർദേശീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നത്. സ്വതവേ സംഘർഷഭരിതമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സംഘർഷത്തിന്റെ അധ്യായം തുറക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇസ്രായേലി ബന്ധമുണ്ടോ എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ സംശയിക്കുന്നു. യമനിലെ രാഷ്ട്രീയം ഏറെ കാലങ്ങളായി സഖ്യസേനകളുടെയും പ്രാദേശിക ശക്തികളുടെയും നിയന്ത്രണത്തിലാണ്. ഇതിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ച യമനി ഭരണകൂടത്തിന് അഥവാ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന് സൗദിയുടെ പിന്തുണയുണ്ട്. ഹൂതികളെയും ഇറാനിയൻ വിഘടനവാദികളെയും യമന്റെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് സൗദിയുടെ ലക്ഷ്യം.